ഞാൻ 2011-12 കാലത്ത് അച്ഛനായിട്ട് ഒരു ആദ്യത്തെ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ആദിവാസികൾ ജീവിക്കുന്നൊരു സ്ഥലത്ത് അവരുടെ കൂടെ ഒരു വീടൊക്കെ കെട്ടി അവരുടെ കൂടെ ഞാൻ താമസിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാലങ്ങളിലൊന്ന് അതാണ്. അതായത് അവരുടെ കൂടെ താമസിക്കും, നല്ല രസമായിരുന്നത്. അവരെന്നെ അവരുടെ മൂപ്പനായിട്ടാണ് കണ്ടിരുന്നത്. മൂപ്പന് കൊടുക്കുന്ന എല്ലാം അവരെനിക്ക് തരുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ജീവിച്ചു. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അന്ന്, ദൈവമേ ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കണം. എനിക്ക് എന്നെ പിതാവ് മാറ്റത്തില്ലെന്ന് ഉറപ്പായിരുന്നു. കാരണം ലോകത്ത് ആർക്കും വേണ്ടാത്തൊരു പള്ളിയാണത്. അതുകൊണ്ട് അതിന് ഡിമാൻഡൊന്നുമില്ല. അതുകൊണ്ട് എന്നെ ഇവിടുന്ന് മാറ്റാൻ സാധ്യതയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ഒരു ദിവസം എന്നോട് മെയിൻ സെൻട്രൽ റോഡിൻ്റെ സൈഡിൽ ഒരു നട്ടുച്ചയ്ക്ക് കത്തിജ്വലിക്കുന്ന ഗ്രീഷ്മ വേവിന് താഴെ എന്നെ നിർത്തിയിട്ട് എൻ്റെ പിതാവിനോട് പറഞ്ഞു, അച്ഛന് ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞു. ഇവിടുന്ന് മാറുന്നതിനേക്കാൾ എൻ്റെ സങ്കടം എന്നെ വെച്ച പള്ളി ഏതാണെന്നറിഞ്ഞപ്പോഴായിരുന്നു. അത് വളരെ പ്രശ്നങ്ങളുള്ളൊരു പള്ളി എന്ന് പറഞ്ഞാൽ പോലീസ് ലാത്തി ചാർജ് നടത്തിയ പള്ളി, ആമ്പിളി പേരൊക്കെ ആളുകൾ വലിച്ചെറിയുന്ന പള്ളി, സ്തോത്രാഴ്ച പാത്രം അന്തരീക്ഷത്തിലൂടെ പറന്ന് കിടക്കുന്ന പള്ളി. ഇതായിരുന്നു ആ പള്ളി. മെത്രാനെ ഉച്ചവരെ പൂട്ടിയിട്ട പള്ളി, രണ്ടച്ഛന്മാരെ വൈകുന്നേരം വരെ ജലപാനം പോലും ചെയ്യിക്കാതെ അടച്ചിട്ട പള്ളി. പോരെ, ഇനി വേണോ വിവരണങ്ങൾ? ഞാൻ പറഞ്ഞു, പിതാവേ അവർ വിളിക്കുന്ന മുദ്രാവാക്യം ഞാൻ കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നൊരച്ഛൻ വന്നാൽ ഒറ്റക്കാലനായിട്ടേ തിരിച്ചു പോകൂ. എനിക്ക് 2 കാലും വേണം. എനിക്ക് 2 കാലില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം കണ്ണ് നിറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ 10ാമത്തെ അച്ഛനോടാണ് ഞാനിത് ചോദിക്കുന്നത്. ഇനി എനിക്കൊന്നും പറയാനില്ല, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ പോയി. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൊടിയ പീഡാനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയ കാലമാണ്. ദോശക്കല്ലയിൽ ഒരാളെ കയറ്റിയിരുത്തിയാൽ എങ്ങനെ ഇരിക്കും? അടിയിൽ നിന്ന് തീയിട്ടിട്ട്. അതായിരുന്നു എൻ്റെ ജീവിതം. ഞാനങ്ങനെ ഏതാണ്ട് 8-9 മാസത്തോളം, ഏതാണ്ട് 1 വർഷത്തോളം വളരെയധികം വിഷമിച്ച് ഒറ്റ രാത്രി ഞാൻ സമാധാനത്തോടെ ഇറങ്ങിയിട്ടില്ല. ദേവാലയത്തിലിരുന്ന് നേരം വെളുപ്പിച്ച രാത്രികളുണ്ട്. സമാധാനമില്ല. അതായിരുന്നു അവിടുത്തെ അവസ്ഥ. വിശദീകരണങ്ങൾക്ക് നേരമില്ല. അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ട സമയത്ത് എനിക്ക് ആത്മാവിൽ ഇങ്ങനെ ഒരു പ്രേരണ കിട്ടി, ഏതെങ്കിലും ഒരു വൈദികനോട് എല്ലാം തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ ഒത്തിരി അച്ഛന്മാരോട് ഇതൊക്കെ എൻ്റെ സ്നേഹിതരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഏത് വൈദികൻ എന്ന് പറഞ്ഞ് ഞാൻ ഒടുവിൽ ആ വൈദികനെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ മാത്യു നായ്ക്കപ്പറമ്പിൽ. ചെറുതായിട്ടൊക്കെ ഫേമസ് ആയ അച്ഛൻ, അറിയോ? ഓക്കെ. ഞാൻ ആ അച്ഛനെ ഇന്നുവരെയും വിളിച്ചിട്ടില്ല. അന്ന് ഒരു പരിചയമില്ല. എന്നെ അച്ഛനറിയില്ല. അച്ഛനെ എനിക്കറിയാം, പക്ഷേ വിളിച്ചാൽ ഫോൺ എടുക്കുന്നൊന്നും അറിയില്ല. ഏതായാലും ഞാൻ ഫോൺ വിളിച്ചു. ദൈവത്തിൻ്റെ കരുണ, അദ്ദേഹം ഫോണെടുത്തപ്പോൾ ഞാൻ എൻ്റെ വിഷമം പറഞ്ഞു, വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ഈ സങ്കടമെല്ലാം പറഞ്ഞു. എനിക്ക് സമാധാനം ഇല്ല, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചു പോവും, എനിക്ക് സ്വസ്ഥതയില്ല, എന്നെ സഹായിക്കണം. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ബൈബിൾ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ബൈബിൾ തുറന്നു. എന്താ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 110-ാം സങ്കീർത്തനം വായിച്ചോളാൻ പറഞ്ഞു. ഞാൻ വായിച്ചു. കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. പുസ്തകം അടയ്ക്കാൻ പറഞ്ഞു. അടച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചത് 10-40 കൊല്ലം കരിസ്മാറ്റിക് ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനല്ലേ, കണ്ണടച്ചിട്ടൊരു 10 സന്ദേശം പറയും. ആ സന്ദേശം അനുസരിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവർ ബൈക്കിൽ നിന്ന് വീഴും, കാറിടിക്കും, മുഖം മുറിയും, മര്യാദക്കാരാവും എന്നൊക്കെയാണ് ഞാൻ ഓർത്തിരുന്നത്. എന്നാൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറയാണ്, പോയി ഇങ്ങനെ ചെയ്തോളാൻ. അവിടുന്ന് ഞാൻ തിരിച്ച് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചതുപോലല്ല കരിസ്മാറ്റിക് അച്ഛൻ പ്രതികരിച്ചത്. എങ്കിലും മടങ്ങി വരുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ഞാൻ ഓർത്തു, എന്തായാലും ദൈവവചനം പറയുന്ന നാവല്ലേ, അതുകൊണ്ട് പറഞ്ഞതല്ലേ, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും. തിരിച്ചു വന്നു, ദേവാലയത്തിലേക്ക് വന്നു. താൽക്കാലികമായിട്ടൊരു നിത്യാരാധന ചാപ്പൽ രൂപപ്പെടുത്തി. ഇടവക്കാരും വന്നിരിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ഇരിക്കാൻ തുടങ്ങി. വേറെ ആരുമില്ല, ഞാനിരിക്കാം. അങ്ങനെ ഇരുന്ന് വേറൊന്നും ചെയ്യാനില്ല. കാരണം മാനുഷികമായ അധ്വാനം കൊണ്ടോ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ പരിചയം കൊണ്ടോ പഠനം കൊണ്ടോ ഒന്നും ഇടവകയിൽ ഒരു വ്യത്യാസവും വരുത്തില്ല എന്ന് എനിക്ക് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വാക്യങ്ങളുടെ അർത്ഥം എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അന്ന് മുതലാണ്. അവിടുന്ന് നിനക്ക്
റെസ്റ്റ് തരും. റെസ്റ്റ്. ഉത്കണ്ഠ, ആകുലത, ഭയം, നിരാശ, വിഷാദം, അരിശം, സങ്കടം, ഭാരം, ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി. ഞാൻ ചുരുക്കി പറയാം, അടുത്ത 1.5 വർഷം കൊണ്ട് ഞാനൊരു ചരടി കെട്ടി ഇങ്ങനെ വലിച്ചാൽ എൻ്റെ പിന്നാലെ ശാന്തരായി നടന്നു വരുന്നൊരു ജനമായി ആ ജനം മാറുകയും ഇന്ന് ഞങ്ങളുടെ അതിരൂപതയിൽ ദൈവത്തിൻ്റെ മഹത്വം ഏറ്റവും സമാധാനമുള്ള പള്ളികളിൽ ഒന്നാണ് ആ പള്ളി. കർത്താവ് എല്ലാം സമാധാനത്തോടെ എല്ലാം ദൈവം ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കന്നാണ് മനസ്സിലായത്, ഇവിടെ ഇരുന്നാൽ ശാന്തമാവും. റിക്ലൈനിങ് പിടിയിട്ടുന്നുണ്ടോ? ദിവ്യകാരുണ്യത്തിൻ്റെ കാൽച്ചുവട്ടിലാണ് ദൈവമക്കൾക്ക് ദൈവം വാഗ്ദാനം ചെയ്ത വിശ്രമം കിടക്കുന്നത്. വിശ്രമം. അപ്പോൾ അവൻ അവരെ ഇരുത്തി. സമയമില്ല, നമുക്ക് പെട്ടെന്ന് പോകാം. അവൻ അവരെ ഇരുത്തി. അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷണങ്ങൾ ശേഖരിക്കുവിൻ. ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് ഞാൻ പറയാം. അപ്പം വർദ്ധിപ്പിച്ച സംഭവം, അതിലൂടെ യേശു ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്. ശ്രദ്ധിക്കുക. അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിലൂടെ യേശു ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചത്, നിങ്ങൾ ഒരപ്പം എൻ്റെ കയ്യിൽ തന്നാൽ ആ അപ്പത്തെ എനിക്കിഷ്ടമുള്ള വിധത്തിൽ എനിക്ക് രൂപാന്തരപ്പെടുത്താൻ പറ്റും. സമ്മതിക്കാവോ? അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിലൂടെ യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ പരമപ്രധാനമായ സത്യം, നിങ്ങളൊരപ്പം എൻ്റെ കയ്യിൽ വെച്ച് തന്നാൽ ഞാൻ ആ അപ്പത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ രൂപാന്തരപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അത് വിട്ടു, നേരമില്ല, വേഗം പോവാം. രണ്ടാമത്തേത്, യേശു വെള്ളത്തിന് മീതെ നടക്കുന്നു. ഞാൻ സമയക്കുറവുണ്ട്, പരാമർശിച്ച് പോകാൻ, നിങ്ങൾ കുറിച്ച് വെച്ചോ. ജോബിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ തിരമാലകളെ ചവിട്ടി മെതിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ജോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം. തിരമാലകളെ, ദൈവമായ കർത്താവ്, യഹോവയായ ദൈവം തിരമാലകളെ ചവിട്ടി മെതിക്കുന്നു. അടുത്ത വാക്യം, അവിടുന്ന് തന്നെ കടന്നു പോകുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. വെള്ളത്തിന് മീതെ നടക്കുന്ന സംഭവത്തിലൂടെ യേശു ലോകത്തോട് പറയുകയാണ്, ജോബിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലും പഴയ നിയമത്തിലും തിരമാലകൾക്ക് മീതെ നടന്നു പോകുന്ന, നമ്മെ കടന്നു പോകുന്ന ദൈവമാണ് ഞാൻ. ഈശോ പറയുന്നുണ്ട് ആ ഭാഗത്ത്, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഞാനാണ്, ഭയപ്പെടേണ്ട. ഏഗോ എയ്മി, ഐ ആം എന്ന് പറഞ്ഞാൽ, മോശ പണ്ട് ദൈവത്തിൻ്റെ പേര് ചോദിച്ചു, നീ ആരാണ്? ദൈവം പറഞ്ഞു, ഞാൻ ആകുന്നവൻ ആകുന്നു. അന്ന് മോശയോട് പേര് വെളിപ്പെടുത്തിയ ഇസ്രായേലിൻ്റെ ദൈവം താനാണെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. ഞാനാകുന്നു, ഐ ആം. താൻ ദൈവമാണെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. ഈ രണ്ടാമത്തെ അത്ഭുതത്തിലൂടെ, വെള്ളത്തിന് മീതെ നടന്ന അത്ഭുതത്തിലൂടെ യേശു ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ കയ്യിൽ ഒരപ്പം തന്നാൽ എനിക്ക് അപ്പത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ മാറ്റാൻ പറ്റുന്നത് പോലെ എനിക്ക് എൻ്റെ ശരീരത്തെ എനിക്കിഷ്ടമുള്ളതുപോലെ മാറ്റാൻ പറ്റും. എന്താണ്? ഇപ്പം ഞാൻ വെള്ളത്തിൽ നടന്നാൽ ഞാൻ താണുപോകും, പാമ്പളാനി പിതാവ് നടന്നാലും താണുപോകും, സിസ്റ്റർ നടന്നാലും താണുപോകും, ആര് നടന്നാലും താണുപോകും. എന്നാൽ ഈശോ നടന്നപ്പോൾ വെള്ളത്തിൽ താണുപോയില്ല. അതേ വെള്ളത്തിൽ പത്രോസ് അല്പസമയം കഴിയുമ്പോൾ താഴുന്ന നമ്മൾ കാണും. അപ്പോൾ വെള്ളത്തിനല്ല മാറ്റം വന്നത്, പിന്നെന്തിനാണ് മാറ്റം വന്നത്? യേശുവിൻ്റെ ശരീരത്തിനാണ് മാറ്റം വന്നത്. യേശു വെള്ളത്തിൽ താണില്ല എന്ന് പറഞ്ഞാൽ, വെള്ളത്തിന് മീതെ നടന്നു എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം യേശു പ്രഖ്യാപിക്കുകയാണ്, വെള്ളത്തിൽ താഴ്ന്നു പോകാത്ത വിധത്തിൽ എനിക്ക് എൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്താൻ കഴിയും. സമ്മതിക്കാവോ? അപ്പോൾ ഒന്നാമത്തെ അത്ഭുതത്തിലൂടെ യേശു പറഞ്ഞു, എന്ത് പറഞ്ഞു? എനിക്ക് അപ്പത്തിൽ മാറ്റം വരുത്താൻ പറ്റും. രണ്ടാമത്തെ അത്ഭുതത്തിലൂടെ യേശു പറഞ്ഞു, എനിക്ക് എൻ്റെ ശരീരത്തിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പത്തിലും ശരീരത്തിലും മാറ്റം വരുത്താൻ പറ്റുമെന്ന് ലേശ സാധ്യതയില്ലാതെ, സംശയത്തിന് ഒരു വകയില്ലാതെ ഈശോ ശിഷ്യന്മാർക്ക് മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്, വെളിപ്പെടുത്തി, പ്രദർശിപ്പിച്ച്, കാണിച്ചു കൊടുത്തിട്ടാണ് അന്ത്യത്താഴമേശയിൽ ഈശോ ഈ അപ്പം എടുത്തിട്ട് പറയുന്നത്, ഇതെൻ്റെ ശരീരം. നൺ ഓഫ് ദ ഡിസൈപ്പിൾസ് ഇൻക്ലൂഡിങ് ജൂഡാസ് ഇസ്കറിയറ്റ് ഡൗട്ടഡ്. ഒറ്റ അപ്പസ്തോലൻ പോലും, യൂദാസ് കറിയോത്ത ഉൾപ്പെടെ ഒറ്റ അപ്പസ്തോലൻ പോലും തിരിച്ചൊരു മറുചോദ്യം ചോദിച്ചില്ല, എങ്ങനെ ഈ അപ്പം നിന്റെ ശരീരമാവുമെന്ന് ചോദിച്ചോ? എന്താ കാര്യം?
അപ്പത്തിലും ശരീരത്തിലും തനിക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്ന് ലോകസമക്ഷം തെളിയിച്ചിട്ടാണ് യേശു പറഞ്ഞത്, ഈ അപ്പം എൻ്റെ ശരീരം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ചെന്ന് ഭക്തിയോടെ ഈശോയുടെ മുമ്പിൽ നിന്ന് നാവ് നീട്ടി കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളോട് പറയണം, ഞാൻ സ്വീകരിക്കുന്നത് ഒരു ഗോതമ്പപ്പമല്ല, ഞാൻ സ്വീകരിക്കുന്നത് ഒരു ജീവനുള്ള വ്യക്തിയെയാണ്, ഒരു ജീവനുള്ള വ്യക്തിയെ. എൻ്റെ കർത്താവ് ഈശോ മിശിഹാ ജീവനോടെ. സഭ പറയുന്നത് എങ്ങനെയാണ്? അവൻ്റെ ശരീരം, രക്തം, ആത്മാവ്, ദൈവത്വം. പറയാവോ? ശരീരം, രക്തം, ആത്മാവ്, ദൈവത്വം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ദൈവം, സമ്പൂർണ്ണ മനുഷ്യൻ യേശു ക്രിസ്തു സമ്പൂർണമായി ജീവനോടെ നമ്മിലേക്ക് കടന്നു വരികയാണ് വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈശോ പറയാണ്, ഇത് എൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. അപ്പോൾ ആദ്യത്തെ 2 ഭാഗങ്ങൾ കഴിഞ്ഞു. മൂന്നാമത്തേത്, ഈ 2 സംഭവങ്ങൾ, ഈ അത്ഭുതങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഈശോ തൻ്റെ കേൾവിക്കാരോട് കഫർനാമിലെ സിനഗോഗിൽ വെച്ച് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവുകയില്ല. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അല്ലേ? നമ്മൾ പാടുന്നില്ലേ കുർബാനയിൽ? സ്നേഹമുടനെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടുവവൻ സ്വർഗം. അതാണിത്. ഈശോ പറയാണ്, അവൻ നിത്യജീവൻ അവകാശമാക്കി മാറ്റും. ഈശോ പറയുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. ഒത്തിരി കാര്യം പറയാനുണ്ട്, പെട്ടെന്ന് പറയാം. നിങ്ങൾ നല്ല കേൾവിക്കാരാണ്, അതുകൊണ്ട് എനിക്ക് വേഗം പറയാം. ഇത് കേട്ടോ, എന്തുണ്ടാവുമെന്നാ പറഞ്ഞേ? ജീവൻ. ജീവൻ. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താലേ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവത്തുള്ളൂ. എന്താണ് ഈ ജീവൻ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്താ ഈ ജീവൻ? തീർച്ചയായിട്ടും നമുക്ക് പറയാം, നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്. അത് മാത്രമല്ലത്, ഈശോ ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ 10:10, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ജീവൻ എന്താണ്? ആ ജീവൻ, ആ ജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് പോകണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. കേട്ടാ മതി. വചനം ദൈവമായിരുന്നു. ബാക്കി പറ. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ വാക്യം ഒന്നുറക്കെ പറ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതായത് യോഹന്നാൻ പറയുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഇവിടുന്ന് തോമാപുരത്തുനിന്ന് പയ്യന്നൂരേക്ക് പോവാണ് എന്ന് വിചാരിച്ചോ. പോകുമ്പോൾ ബസ്സിനാണ് പോകുന്നത്. ഞാൻ ഇവിടുന്ന് ഫോൺ വിളിച്ച് നാട്ടിലുള്ള എൻ്റെ അമ്മയോട് പറയുകയാണ്, അമ്മ ഞാൻ തോമാപുരത്തുനിന്ന് പയ്യന്നൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടതുവശത്ത് ഒരു വലിയ സെക്കുകാരൻ, തലപ്പാവൊക്കെ കെട്ടി കൃപാണൊക്കെ ധരിച്ച് വലിയ സൈസുള്ള ഒരാൾ എൻ്റെ ഇടതുവശത്ത് ഇരിപ്പുണ്ടമ്മ, അയാൾക്ക് ജീവനുണ്ടമ്മ. എന്തൊരു കോമഡി ആയിരിക്കും അത്. അതായത് ജീവിച്ചിരുന്ന ഒരാളുടെ ജീവചരിത്രം എഴുതുമ്പോൾ, കുറച്ച് നാൾ മുമ്പ് ജീവിച്ചിരുന്ന 10-60 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ, ഈ കാലത്ത് ജീവിച്ച് മരിച്ച ഒരാളുടെ ജീവചരിത്രം എഴുതുമ്പോൾ യോഹന്നാൻ പറയാണ്, അവന് ജീവനുണ്ടായിരുന്നു. അവന് ജീവനുണ്ടായിരുന്നേ അങ്ങക്കറിയാന്ന്. അപ്പോൾ വായനക്കാർ ആ പോയിന്റിലെത്തുമ്പോൾ തട്ടി നിൽക്കും. അങ്ങനെ നമ്മൾ തട്ടി നിൽക്കുന്ന സമയത്ത് തട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി വായനക്കാരന് അടുത്ത വാക്യത്തിലേക്ക് പോകാൻ വേണ്ടി യോഹന്നാൻ ഒരു ക്ലൂ തരും. ആ ക്ലൂ ആണ്, ആ ജീവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജീവനല്ല, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ എന്ന് പറഞ്ഞാൽ വെളിച്ചം പരത്തുന്ന ഒരു ജീവൻ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി വേഗം ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒരു 5-6 ഉദാഹരണം എൻ്റെ തലേനുണ്ട്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം വേഗം മനസ്സിലാൻ വേണ്ടി. അതായത് ഈ നമ്മുടെ ആകാശപ്പറവകൾ ഒക്കെ തുടങ്ങിയ അച്ഛനുണ്ടല്ലോ, കുറ്റിക്കലച്ഛൻ, കേട്ടിട്ടുണ്ടോ? അല്ലേ? ഇപ്പോൾ കേട്ടോ, കുറ്റിക്കലച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനാണ്. നമ്മുടെ സഭയിലെ നല്ലൊരു അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ
ഒരു ട്രെയിനിൽ കയറി കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു സ്ത്രീ, പിള്ളേരുടെ ഭാഷ പറഞ്ഞ അറഞ്ചം പുറഞ്ചം അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ചീത്ത വിളിക്കാൻ തുടങ്ങി. അച്ഛനിങ്ങനെ വലിയ താടിയൊക്കെ ആയിട്ട് കാവ്യമൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ദയാദാക്ഷിണ്യമില്ലാതെ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകളൊക്കെ വല്ലാതെ ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. നാണൊക്കെ പൊതുസമക്ഷമല്ലേ. അച്ഛനിങ്ങനെ ഒരു 3-4 മിനിറ്റ് ഇത് കേട്ടിട്ട് വളരെ ആയാസപ്പെട്ട്, ഈ 2 സീറ്റിനിടയിൽ എന്തോ ഒരു സ്ഥലം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ, അതിനിടയിലോട്ട് മുട്ടുകുത്തി ഈ സ്ത്രീയുടെ കാലയിലോട്ട് പിടിച്ചു കുനിഞ്ഞ് അവരുടെ കാലെ ചുംബിച്ചു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ. ദ ഹോൾ കമ്പാർട്ട്മെന്റ് വാസ് ഫ്രോസൺ. നിശ്ചലമായി. സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. പക്ഷെ ആ കമ്പാർട്ട്മെന്റിൽ ഈ അച്ഛൻ കാണിച്ച ഈ പ്രവൃത്തിയിലൂടെ ഒരു വെളിച്ചം ഉണ്ടായോ? ആ വെളിച്ചത്തിൻ്റെ പേരാണ് ജീവൻ. ലോകം പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറാൻ സഹായിക്കുന്ന, വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഒരു ഉയർന്ന ജീവൻ, എ ഹയർ ലൈഫ്. മനസ്സിലാവുന്ന ജീവൻ എന്താണ്? ഉയർന്ന ജീവൻ. സാധാരണക്കാരുടെ ജീവനല്ലത്, ഉയർന്ന ഒരു ജീവൻ. അതാ ഈശോ പറഞ്ഞത്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പറഞ്ഞ ഹല്ലേലൂയ. ഹയർ ലൈഫ്. അടിക്കുന്നവനെ തിരിച്ചടിക്കാൻ PhD എടുക്കേണ്ട കാര്യമുണ്ടോ? ചീത്ത വിളിക്കുന്നവനെ തിരിച്ച് ചീത്ത വിളിക്കാൻ ഡിഗ്രി പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിന് 10 വർഷത്തെ ഫോർമേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. വ്യത്യസ്തമായി പെരുമാറാൻ സാധാരണ മനുഷ്യരിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ജീവൻ പോരാ, അതിനൊരു ഉയർന്ന ജീവൻ വേണം. പിടികിട്ടുന്ന എന്താ ജീവൻ? ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് അർദ്ധനഗ്നനായ ഒരു ഫക്കീർ, ഒരു ഊന്നുവടിയും ഇങ്ങനെ കുത്തിപ്പിടിച്ച് കൂനിക്കൂടി നടന്ന ഒരു വൃദ്ധൻ തൻ്റെ ധാർമ്മിക നിലവാരത്തിൻ്റെ ഉയർന്ന ബോധം കൊണ്ട് ഒരു സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ചത് ഒറ്റയ്ക്ക്. പറഞ്ഞ ഹല്ലേലൂയ. ഹയർ ലൈഫ്. സാധാരണ മനുഷ്യർ പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന രീതിയിൽ പെരുമാറാനുള്ള കഴിവ് കൂടിയാണ് ഈ ജീവൻ. ഈശോ പറയാണ്, കേൾക്കണേ, നിങ്ങളുടെ ഈ ശരീരത്തിലെ ജീവൻ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പെരുമാറാൻ പറ്റില്ല. അതാണ് ഈശോ പറയുന്നത്. ആ ഭാഗത്ത് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ശരീരത്തിൽ നിന്ന് അങ്ങനെ ഒരു ജീവൻ പുറത്തു വരില്ല. ഈ ശരീരത്തിൽ ഒരാൾ ഇങ്ങനെ ഒരു അടി അടിച്ചാൽ ഉടനെ അവനെ അടിക്കാൻ എൻ്റെ കൈ പൊങ്ങുമോ? അതിനിപ്പോൾ എന്നാ ധ്യാനപുരമാണെന്ന് പറഞ്ഞാലും പൊങ്ങും. ഇതിനോടോ അടിച്ചെന്ന്. എന്നാൽ അവന് മറുകരണം കാണിച്ചു കൊടുക്കാൻ വേറൊരു ജീവൻ വേണം. ആ ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ ഈ ശരീരത്തിന് കഴിവില്ല. അതാ ഈശോ പറയുന്നത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ കുർബാനയെക്കുറിച്ച്, എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം എന്നതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞ ആ വാക്കുകളിൽ നിന്നാണ് എന്തുണ്ടാവാൻ പോണത്? ജീവൻ. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? സിസ്റ്ററിന് മനസ്സിലായോ? അതായത് ഈ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ഈ ജഡത്തിൽ നിന്ന് ഈശോ പ്രതീക്ഷിക്കുന്ന, ഈശോ വിഭാവനം ചെയ്യുന്ന ഒരു ജീവൻ ഉണ്ടാവത്തില്ല. അതിനുള്ള കപ്പാസിറ്റി ഈ ബോഡിക്കില്ല. കാരണം അടിക്കുന്നവനെ തിരിച്ചടിക്കാനും ചീത്ത വിളിക്കുന്നവനെ തിരിച്ച് ചീത്ത വിളിക്കാനും ഉപദ്രവിക്കുന്നവനെ തിരിച്ച് ഉപദ്രവിക്കാനുമാണ് ഇതിൻ്റെ സ്വാഭാവിക സഹജമായ വാസന. എന്നാൽ ഈശോ പറയുകയാണ്, ഞാൻ അഷ്ടഭാഗ്യങ്ങളിൽ പറഞ്ഞതുപോലെ, ഞാൻ സുവിശേഷ ഭാഗ്യങ്ങളിൽ പറഞ്ഞതുപോലെ, ഞാൻ മത്തായി 5, 6, 7 പറഞ്ഞതുപോലെ, വ്യത്യസ്തമായിട്ട് ജീവിക്കാൻ പറ്റണമെങ്കിൽ അതിന് വേറൊരു ജീവൻ വേണം. ആ ജീവൻ തരാൻ ഈ ശരീരത്തിന് കഴിവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ ജീവൻ ഉണ്ടാവാത്തതുകൊണ്ട് എൻ്റെ ശരീരം ഞാൻ തരാം. പറഞ്ഞേ ഹല്ലേലൂയ. പിടികിട്ടിയോ? ഈ ശരീരത്തിൽ, നിങ്ങളുടെ ഈ ശരീരത്തിൽ നിന്ന്, ഈ പൊട്ട ശരീരത്തിൽ നിന്ന് ആ ജീവൻ ഉണ്ടാവാത്തതുകൊണ്ട്
അങ്ങനെ ഉയർന്ന ജീവൻ ജീവിക്കാൻ, ഉയർന്ന ജീവിതം ജീവിക്കാൻ എൻ്റെ ശരീരം, എൻ്റെ രക്തം ഞാൻ തരാം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈശോ പറയുന്നുണ്ട് അതിനകത്ത്, എൻ്റെ ശരീരം ഭക്ഷിക്കുക, എന്നിൽ എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അതെങ്ങനെയാ? ഇപ്പം നമ്മൾ പോയി കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മിൽ വസിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മളെങ്ങനെ അവനിൽ വസിക്കുന്നു? പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കത് ഒരിക്കലും മനസ്സിലായത് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെയാണ്. അതിങ്ങനെയാണ്. പന്നി 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 പുല്ല് തിന്നുന്നു. പന്നി പുല്ല് തിന്നുവോ? തിന്നുമായിരിക്കും അല്ലേ? തിന്നുവോ? ഇല്ലേ? അന്ന് ഈ പന്നി പുല്ല് തിന്നുന്ന പന്നിയാണ്. അപ്പോൾ പന്നി പുല്ല് തിന്നുന്നു. പന്നി വേണ്ട, പശു പുല്ല് തിന്നുന്നു. പശു പുല്ല് തിന്നു. അപ്പോൾ പുല്ല് തിന്നു കഴിയുമ്പോൾ, പശു പുല്ല് തിന്നു കഴിയുമ്പോൾ ഇനി പുല്ലെന്തേ? പുല്ലെന്തി? പുല്ലെന്തിന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു പുല്ല് പശുവായിട്ട് മാറിയെന്ന് പറഞ്ഞു. ഇല്ലേ? സത്യമല്ലേ ഇത്? പുല്ല് പശുവായിട്ട് മാറി. ആ പശുവിനെ തൊമാപുരത്തെ നമ്മൾ തിന്നു. പശു എന്തിയേ? പശു പോൾസനായിട്ട് മാറി. അപ്പൊ പശു പുല്ല് തിന്നപ്പോൾ പുല്ല് പശുവായി, പശുവിനെ നമ്മൾ തിന്നപ്പോൾ പശു നമ്മളായി. സമ്മതിക്കാവോ? ഇത് സാധാരണ ഒരു ബയോളജിക്കൽ ട്രൂത്താണിത്. ലോവർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമിലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. താഴ്ന്ന ജീവൻ ഉയർന്ന ജീവനിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. സമ്മതിക്കാവോ? അങ്ങനെ സമ്മതിച്ചേ പറ്റൂ. അങ്ങനെ അത് ലോവർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമിലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. പശു പുല്ല് തിന്നപ്പോൾ പുല്ല് പശുവായി, തോമ പശുവിനെ തിന്നപ്പോൾ പശു തോമായായി. ഇനി തോമ പോയി കുർബാന സ്വീകരിച്ചു. കുർബാന സ്വീകരിച്ചപ്പോൾ ഈശോയെ ഭക്ഷിച്ചു. ഹയർ ലൈഫ് ഏതാ? തോമയുടെ ലൈഫാണോ ഈശോയുടെ ലൈഫാണോ? അപ്പോൾ ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് തോമ ഈശോയായി മാറി. ലോവർ ഫോം ഓഫ് ലൈഫ് ഈസ് അസിമുലേറ്റഡ് ഇൻ ടു ഹയർ ഫോം ഓഫ് ലൈഫ്. ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് വരിക മാത്രമല്ല, നിങ്ങൾ ഞാനാവുകയും ചെയ്യും. നിങ്ങൾ എന്നെപ്പോലാവും. നിങ്ങൾ എൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് ഈശോയെ നീ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, നീ ക്ഷമിച്ച പോലെ ക്ഷമിക്കാൻ പറ്റുന്നില്ല, നീ സഹിച്ച പോലെ സഹിക്കാൻ പറ്റുന്നില്ല, നീ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല, നീ എളിമപ്പെട്ട പോലെ എളിമപ്പെടാൻ പറ്റുന്നില്ല. എന്താ വഴി? പോയി ഈശോയെ സ്വീകരിക്കുക, ആ ഈശോയുടെ സഹായത്തോടെ അത് നിർവഹിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടി